നമസ്കാരം. ഓരോ ജീവികൾക്കും അതിൻ്റെതായ പ്രാധാന്യമുണ്ട്. ചില സൂചനകൾ ആ ജീവിയുമായി ബന്ധപ്പെട്ട് പരാമർശിക്കുവാൻ സാധിക്കുന്നതുമാണ്. അത്തരത്തിൽ പ്രാധാന്യം അറിയിക്കുന്നതായ ഒരു ജീവി തന്നെയാണ് പൂച്ച. പൂച്ച പല വീടുകളിലും കടന്ന് വരുന്നതാണ്. പലരും പൂച്ചയെ വളർത്തുന്നതുമാകുന്നു. എന്നാൽ പൂച്ചയുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ പരാമർശിക്കാനായി പോകുന്നത്. പൂച്ച നിങ്ങളുടെ വീടുകളിൽ വരുന്നു എങ്കിൽ തീർച്ചയായും ആ വീടുകളിൽ ഞാൻ ഈ പരാമർശിക്കുന്ന രീതിയിലുള്ള ഒരു സ്ത്രീ ഉണ്ടായിരിക്കും എന്നതാണ് വാസ്തവം. അത്തരത്തിലുള്ള വീടുകളിൽ തീർച്ചയായും പൂച്ചയുടെ സാന്നിധ്യം വളരെ കൂടുതലായിരിക്കും. നിങ്ങൾക്കും ഇത്തരം അനുഭവങ്ങൾ ഉണ്ട് എങ്കിൽ തീർച്ചയായും ആ കാര്യങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. ഏവരും ഒരു നിമിഷം സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാനെ വർദ്ധിക്കുക. ഓം നമോ നാരായണായ എന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ ഏവരും ശ്രമിക്കുക. ആദ്യത്തെ ലക്ഷണമായി പരാമർശിക്കുവാൻ സാധിക്കുന്നത്, ജീവിതത്തിൽ പലപ്പോഴും പല വിധത്തിലുള്ള ഒറ്റപ്പെടലുകളും അനുഭവിക്കുന്ന സ്ത്രീകളായിരിക്കും അവർ. അത് പുറമേ കാണിക്കണം എന്നില്ല, എന്നാൽ മനസ്സിൽ ആ വിഷമം അവർക്ക് എപ്പോഴും ഉണ്ടായിരിക്കുന്നതാണ്. മറ്റുള്ളവർ പലപ്പോഴും ഇവരെ മനസ്സിലാക്കാത്തതായ അവസ്ഥ ഇവർക്കുണ്ട്. അത് പലപ്പോഴും അവർക്ക് വളരെ വേദന നൽകുന്നു എന്നതാണ് വാസ്തവം. നന്മ മാത്രം നൽകിയിട്ടും സ്നേഹം മാത്രം നൽകിയിട്ടും തിരികെ അവർ ഇത്തരത്തിലുള്ള കാര്യങ്ങളായിരിക്കും നിങ്ങൾക്ക് നൽകുക. അത്തരത്തിലുള്ള തിരിച്ചടികൾ ജീവിതത്തിൽ പലപ്പോഴായി അനുഭവിക്കുന്നവരോ അല്ലെങ്കിൽ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നതായ വ്യക്തികളുള്ള അഥവാ സ്ത്രീകളുള്ള വീടുകളിൽ പൂച്ചയുടെ സാന്നിധ്യം വളരെ കൂടുതലായിരിക്കും. ആ സ്ത്രീകൾക്ക് പലപ്പോഴും ഇത്തരം കാര്യങ്ങളാൽ വിഷമങ്ങൾ വർദ്ധിക്കുന്നതായ സാഹചര്യങ്ങൾ പോലുമുണ്ട്. നന്നായി ഒരുങ്ങി നടക്കുന്ന സ്ത്രീകളായിരിക്കും അവർ. അതായത് അവർക്ക് വളരെയധികം സൗന്ദര്യത്തിൽ താല്പര്യം ഉള്ളവരായിരിക്കും. അതിനാൽ നന്നായി ഒരുങ്ങി പോകണം, അത്തരത്തിൽ മുന്നോട്ട് പോകണം എന്ന് ആഗ്രഹിക്കുന്നവരായിരിക്കും ഇത്തരത്തിലുള്ള സ്ത്രീകൾ. ഇവരെ പോലെ മറ്റുള്ളവരും ഒരേപോലെ വസ്ത്രം ധരിച്ചാലും ഇവരെ പോലെ വസ്ത്രം ധരിച്ചാൽ പോലും ഇവർക്കായിരിക്കും പ്രത്യേകമായ ഭംഗി തോന്നുക. അവരെക്കാളും പ്രത്യേകമായ ഭംഗി അതിവർക്ക് പ്രകടമാകുന്നു എന്നതാണ് വാസ്തവം. ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ നിങ്ങൾക്കുണ്ട് എങ്കിൽ അത് തീർച്ചയായും അത് ശുഭകരമായ ഒരു സൂചന തന്നെയാണ്. ഇവരുടെ മനസ്സ് പിടയുകയാണ് എങ്കിൽ, അതായത് ഏതെങ്കിലും ഒരു കാരണം കൊണ്ട് ഇവരുടെ മനസ്സ് പിടയുകയാണ് എങ്കിൽ, ആ മനസ്സ് വിഷമിപ്പിച്ചതായ വ്യക്തികൾക്ക് ഏതെങ്കിലും വിധത്തിൽ ഒരു തിരിച്ചടി, അത് ലഘുവായതോ അല്ലെങ്കിൽ വളരെ താങ്ങുവാൻ സാധിക്കാത്തതായ ഒരു തിരിച്ചടിയാകുവാനുള്ള സാധ്യതകളും കൂടുതലാകുന്നു. അതിനാൽ ഇവരുടെ മനസ്സ് വിഷമിപ്പിച്ചിട്ടുണ്ട് എങ്കിൽ ആ വ്യക്തികൾ രക്ഷപ്പെടാനുള്ള സാധ്യതകൾ, അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിൽ പലവിധ തിരിച്ചടികളാലും ജീവിതത്തിൽ സമാധാനം ലഭിക്കാത്തതായ അവസ്ഥ ഉണ്ടാകുന്നതാണ്. ഇന്ന് തന്നെ അത്തരം കാര്യങ്ങൾ സംഭവിക്കണം എന്നില്ല, എന്നാൽ നിങ്ങൾക്ക് അത് ദൃശ്യമാകും, അഥവാ നിങ്ങളുടെ കണ്ണുകളിൽ തന്നെ അത്തരം കാര്യങ്ങൾ കാണുവാൻ സാധിച്ചു എന്ന് വരാം. അത്തരം അനുഭവങ്ങളും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും. ഇവർ വസിക്കുന്ന വീടുകളിൽ ധനം നിറയുന്നതാണ്. എന്നാൽ എപ്പോഴും ഇവർക്ക് ധനപരമായ ആവശ്യങ്ങൾ നിറവേറ്റുവാൻ പെട്ടെന്ന് സാധിക്കണം എന്നില്ല. ചില അവസരങ്ങളിൽ പ്രയാസങ്ങൾ നേരിട്ടു എന്ന് വരാം. എന്നാൽ ആ അവസരങ്ങളിലും പലരും ഇവരെ സഹായിക്കാനായി മുന്നോട്ട് വന്നു എന്ന് വരാം. പല വഴികളിലൂടെയും ധനം കൈകളിലേക്ക് വന്നു ചേരാം. ഇവർ ആ വീടിന്റെ മഹാലക്ഷ്മിയായി തന്നെ ലക്ഷ്മി ദേവിയായി മാറുന്ന കാഴ്ചയാണ് കാണുവാൻ സാധിക്കുക. അത്രമേൽ ധനപരമായ നേട്ടങ്ങളോ ധനപരമായ കാര്യങ്ങൾ അനുകൂലമാക്കി തീർക്കുവാനോ ഇവർക്ക് സാധിക്കുന്നതാണ്. ആ കുടുംബത്തിലെ അംഗങ്ങൾക്ക് ഇത്തരം പ്രശ്നങ്ങൾ ഒരു പക്ഷേ അറിയുവാൻ സാധിക്കണം എന്നില്ല, അതിൻ്റെ രൂക്ഷത മനസ്സിലാകണം എന്നില്ല. കാരണം ഇവർ കൃത്യമായി അത്തരം കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകുന്നവരാണ്. അത്തരം കാര്യങ്ങൾ മാനേജ് ചെയ്യുവാൻ ഇവർക്ക് പ്രത്യേകമായ ഒരു കഴിവ് ഉണ്ടായിരിക്കുന്നതാണ്. ഇവർ പടിയിറങ്ങിയാൽ വീട്ടിലെ ധനമാണ് നഷ്ടമാവുക. ഇവരുടെ മനസ്സ് വിഷമിപ്പിക്കുന്നതും ആ വീട്ടിലെ അംഗങ്ങൾക്ക് ശുഭമായി ഭവിക്കില്ല എന്നതാണ് വാസ്തവം. ആ കാര്യവും ഓർക്കുക. ഏത് അവസരത്തിലും ഇവരുടെ കൈകളിലേക്ക്
അത് സഹായമായോ അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ ധനസ്രോതസ്സുകളിൽ നിന്ന് പോലും ധനം വന്നുകൊണ്ടേയിരിക്കാം. ആവശ്യങ്ങൾക്കുള്ള ധനം ഇവരുടെ കൈവശം പല വഴികളിലൂടെയും വന്നു ചേരും. അത് ഇവർ പ്രതീക്ഷിക്കാതെ ലഭിക്കുന്നതായ സഹായത്താലാകാം, അല്ലെങ്കിൽ ലഭിക്കേണ്ടതായ ധനം അപ്രതീക്ഷിതമായി ലഭിക്കുന്ന വഴിയോ, അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഇവരുടെ ജീവിതത്തിലേക്ക് ധനം വന്ന് നിറയുന്നു എന്നതാണ് വാസ്തവം. അല്ലെങ്കിൽ ധനപരമായ നേട്ടങ്ങൾ പല അവസരങ്ങളിലും ജീവിതത്തിൽ വന്നു ചേരാം. ₹1 പോലും ഇല്ലാത്തതായ അവസ്ഥ ഉണ്ടാകുവാനുള്ള സാധ്യത തുലോം കുറവായിരിക്കും എന്നതാണ് വാസ്തവം. ആഹാരം വളരെ ആസ്വദിച്ച് കഴിക്കുന്നവരും ആഹാരം ഇഷ്ടപ്പെടുന്നതായ വ്യക്തികൾ കൂടിയാണ് ഇവർ എപ്പോഴും ആഹാരം ഉണ്ടാക്കണം എന്നില്ല. എന്നാൽ ഉണ്ടാക്കിയാൽ അതൊരു പ്രത്യേകത തന്നെയായിരിക്കും. കാരണം അത്രമേൽ രുചികരവും ആർക്കും അത് മറക്കുവാൻ സാധിക്കില്ല എന്നതാണ് വാസ്തവം. പലരും ഇത്തരം അഭിപ്രായങ്ങൾ ഇവരോട് പരാമർശിച്ചിട്ടുള്ളതാകുന്നു. ഇത്തരം കാര്യങ്ങളും ഇവരുടെ ജീവിതത്തിൽ സംഭവിക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാകുന്നു. അമിതമായി സന്തോഷിക്കാൻ ഭയമുള്ളവരാണ്. സന്തോഷിക്കും എന്നത് വാസ്തവമാണ്, എന്നാൽ അത് അമിതമാകുവാനുള്ള സാധ്യതകൾ തുലോം കുറവായിരിക്കും എന്നതാണ് വാസ്തവം. വിശ്വാസികളായിരിക്കും. ഏതവസ്ഥയിലാണ് എങ്കിലും പോസിറ്റീവായി ചിന്തിക്കുവാൻ ഇവർക്ക് സാധിക്കും. ആത്മവിശ്വാസം പകരുവാൻ സാധിക്കും. മറ്റുള്ളവർക്കും ആത്മവിശ്വാസം പകർന്ന് നൽകുവാൻ സാധിക്കും. ഒരു കുടുംബത്തിന്റെ എല്ലാ വിധത്തിലുള്ള ചുമതലകളും സ്വന്തം തോളിൽ ഏറ്റുവാൻ കെൽപ്പുള്ളവരായി ഇവർ മാറും. അത്രമേൽ പ്രത്യേകതകളുള്ള സ്ത്രീകളായിരിക്കും ഇവർ. അത്രമേൽ ആത്മബലം, ആത്മവിശ്വാസം, പോസിറ്റീവായ ചിന്താഗതി, ഇതെല്ലാം ഇവരുടെ പ്രത്യേകതയാണ്. പലവിധ ഉപായങ്ങൾ, അത്തരം ചില കാര്യങ്ങൾ പകർന്നു നൽകുവാൻ സാധിക്കും. മറ്റുള്ളവർക്ക് അത്തരത്തിലുള്ള ചില കാര്യങ്ങൾ പറഞ്ഞു നൽകുകയും ആ വഴികളിലൂടെ പോകുന്നതിലൂടെ ഇവർക്ക് നേട്ടങ്ങൾ സ്വന്തമാക്കുവാൻ സാധിക്കുകയും ചെയ്യാം. ബന്ധങ്ങൾക്ക് എപ്പോഴും വലിയ പ്രാധാന്യം നൽകുന്നവരാണ് ഇവർ. അതെപ്പോഴും ഇവരുടെ ജീവിതത്തിൽ പ്രകടമാകുന്നതായ ഒരു കാര്യമാണ്. അത് മറ്റുള്ളവർ പോലും അത്ഭുതപ്പെട്ടു പോകും. തർക്കങ്ങൾ ഉണ്ടായാൽ പോലും ആ തർക്കങ്ങളെ പരിഹരിച്ച് ബന്ധങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകുവാനുള്ള കഴിവ് പലരും അംഗീകരിച്ച് കൊടുക്കുന്നതുമാണ്. കുടുംബത്തിലെ ഏവരെയും ഒരുമിപ്പിക്കുവാൻ സാധിക്കുന്നവരാണ്. ആ ഐക്യം നിലനിർത്തുവാൻ സാധിക്കും. ആ ഐക്യത്തിന്റെ കേന്ദ്രബിന്ദു ഇവരാകുവാനുള്ള സാധ്യതയും വളരെ കൂടുതലാകുന്നു. കാരണം എത്രമേൽ തർക്കങ്ങൾ ഉണ്ടായാലും അത് പരിഹരിക്കുവാൻ പ്രത്യേകമായ കഴിവുള്ളവരാണ് ഇവർ മുന്നിട്ടിറങ്ങുകയാണ് എങ്കിൽ ആ കുടുംബത്തിലെ പ്രശ്നങ്ങൾ അവസാനിപ്പിക്കുവാൻ ഇവർക്ക് തന്നെ സാധിക്കും എന്നതാണ് വാസ്തവം. കാര്യപ്രാപ്തിയുള്ള സ്ത്രീകളായിരിക്കും. കണ്ടാൽ അപ്രകാരം പലർക്കും തോന്നണം എന്നില്ല. ആവശ്യത്തിന് അഥവാ ആവശ്യം നേരത്തെ അവർ എല്ലാം കൃത്യമായി ചെയ്യും. അതിനാൽ മറ്റുള്ളവർക്ക് പോലും ഒന്നും പറയുവാൻ സാധിക്കണം എന്നില്ല. അതായത് മറ്റുള്ളവർക്ക് പോലും ഇവരെ കുറ്റപ്പെടുത്തുവാൻ സാധിക്കാത്ത മികവോടെ കാര്യങ്ങൾ ചെയ്ത് തീർക്കുവാൻ സാധിക്കുന്നവരാണ്. മറ്റുള്ളവർ പോലും ഇവരുടെ കാര്യപ്രാപ്തി അംഗീകരിക്കുന്നതായ സാഹചര്യങ്ങൾ വന്നു ചേരാം. ജീവിതത്തിൽ പല അവസരങ്ങളിലും ഇവരുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട് എന്നതും മറ്റൊരു പ്രത്യേകതയാണ്. മറ്റുള്ളവരെക്കാളും ഏതൊരു കാര്യവും ഭംഗിയായി ഉത്തരവാദിത്തത്തോടെ ചെയ്ത് തീർക്കുവാൻ കഴിവുള്ള വ്യക്തികളാണ് എന്നതും ഈ സ്ത്രീകളുടെ പ്രത്യേകതയാകുന്നു. മറ്റുള്ളവരെ പോലും അത്ഭുതപ്പെടുത്തുന്നതായ രീതിയിൽ കാര്യങ്ങളെ മുന്നോട്ട് നയിക്കുവാൻ സാധിക്കും. അതിനാൽ ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്ന ഇവർക്ക് പല ഉത്തരവാദിത്തങ്ങളും ജീവിതത്തിൽ വന്നു ചേരുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. പല കാര്യങ്ങളും പലരും ഏൽപ്പിക്കുന്നതായ സാഹചര്യങ്ങൾ വന്നു ചേരാം. അത് നിങ്ങൾ കൃത്യമായി ചെയ്യും എന്ന ബോധ്യം മറ്റുള്ളവർക്ക് ഉള്ളതിനാൽ സംഭവിക്കുന്ന കാര്യങ്ങൾ കൂടിയാകുന്നു. ഏതെങ്കിലും ഒരു ദുഃഖം മനസ്സിൽ സൂക്ഷിക്കുന്നവരാണ് നിങ്ങൾ. പുറമേ കളിച്ചു ചിരിച്ചു എന്ന് വരാം. പുറമേ നിങ്ങൾ ചിരിച്ച് നടക്കുന്നവരാകാം. എന്നാൽ നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ പല വിഷമങ്ങളും ഉണ്ടാകും. പല വിഷമങ്ങളും മനസ്സിൽ സൂക്ഷിക്കുന്നവരാകാം. എന്നാൽ അത് വേണ്ടപ്പെട്ടവരോട് പലപ്പോഴും പറയണം എന്നില്ല. നിങ്ങളുടെ മനസ്സിൽ മാത്രമായുള്ള ദുഃഖങ്ങൾ ഇപ്പോഴും ജീവിതത്തിൽ തുടരുന്നവർ തന്നെയായിരിക്കും നിങ്ങൾ. ഇത്തരം സ്ത്രീകളുള്ള വീടുകളിൽ തീർച്ചയായും പൂച്ചയുടെ സാന്നിധ്യം ഒരല്പം കൂടുതലായിരിക്കും എന്നതാണ് വാസ്തവം.